അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ടൊരു ബൈക്കുണ്ട് ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ ബൈക്കുണ്ട്. ഇനി ഓരോരുത്തരെ പിടിച്ചോണ്ട് ടാക്സിക്ക് പോകത്തെ. നമ്മുടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണ്ട. നമ്മുടെ ജോലിയൊക്കെ രാത്രി എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഇവിടെ താമസിക്കുന്ന ഒരു സ്ഥലമില്ല. അതുകൊണ്ട് ഇവിടെ കുറേ ജോലി ചുമ്മാ എന്തിനാ നടക്കുന്നത്? ജോലി എടുക്കാൻ നോക്കും. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. ഈ ബൈക്ക് അങ്ങ് എടുത്തോണ്ട് പോയേക്കാം. രണ്ട് മൂന്ന് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ വിളിച്ചിരുന്നിട്ട് ചേട്ടൻ്റെ പേരെന്നാണോ? രാജേഷ് ഞാൻ വിളിച്ചിട്ടില്ല. ഒരു സഹാനി ഉണ്ടല്ലോ, ചേച്ചി സഹാന കുറുപ്പാണ്. അതേടാ, എന്നാടാ നിനക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, ഇവിടെ എനിക്ക് ടാക്സി ഉണ്ടായിരുന്നതാ. എങ്കിൽ കയറ്റിക്കോ എന്നെ. കയറിക്കോ. എന്നാ പണിയാണോ എൻ്റെ അമ്മ? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ കാര്യമില്ല, എനിക്ക് ഈ സഹായം ഇവിടെ വെച്ച് വെക്കണ്ട. വേറെ ആളെ നോക്കാം. എനിക്ക് ഇങ്ങനെ കേട്ടോ, ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ പേരെന്നോട് രഞ്ജിത്ത് എന്നോ? രഞ്ജിത്ത്. എനിക്ക് കയറിക്കോ. കയറിയിട്ടൊക്കെ ഉണ്ട്. ഏതെങ്കിലും ബൈക്ക് കുടുംബം ഇതിന് കാണിക്കുന്നു. നല്ല ബൈക്കാണ്. എനിക്ക് ഈ ബൈക്ക് എൻ്റെ പൊന്നോ, ഈ ബൈക്ക് ചേട്ടൻ ഇതാ പ്രശ്നം. ഞാൻ എന്തെങ്കിലും പറ്റും. ഒരു 5 അയാളെ വിളിക്കട്ടെ. ഇങ്ങനെയല്ല വിളിക്കുന്നത്. ഒന്ന് വിളിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാളെന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഏതെങ്കിലും ജോലി ഈ ചേട്ടനോട് ചോദിച്ചാലോ? ചേട്ടൻ ഞാൻ ഡ്രോപ്പ് ചെയ്യാവോ? പറ്റത്തില്ല. വേറെ എന്നെങ്കിലും ഇവിടെ ജോലിയുണ്ടോ? ഒരു ജോലിയുണ്ട്. എന്നതാ? നല്ല ശമ്പളം കിട്ടുമോ? ഒരു ദിവസം 8000 കിട്ടും. അതേതാ? റോബറിയാണോ? റോബറി അല്ലടാ, ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ എന്തി? അതവിടെ ഉണ്ടോടാ. കുറച്ച് ദൂരെ പോയാൽ മതി. നേരെ റൈറ്റ് അല്ല, ഇവിടുന്ന് റൈറ്റ് ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റിൽ കൂടെ പോകുമ്പോൾ ഒരു കമ്പനിയാണ്. ലെഫ്റ്റിൻ്റെ ആദ്യത്തെ കമ്പനിയാണ്. ഒരു ഓട്ടോറിക്ഷ
പണിയായി. ഞാൻ വണ്ടിയൊക്കെ ഒന്ന് പിടിച്ച് നോക്കട്ടെ. ഞാൻ വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് കയറാൻ പറ്റുന്നുണ്ടില്ല. ഇവിടെ വേറൊരു വണ്ടിയും കെട്ടി. ഇതങ്ങോട്ടാ പോകുന്നത്? ഇവിടുന്ന് ലെഫ്റ്റല്ലേ? അല്ല അല്ല, ഇവിടുന്ന് റൈറ്റ്. ലെഫ്റ്റ് ഇങ്ങോട്ടല്ലേ? ആദ്യത്തെ കമ്പനി എന്ന് വെച്ചിട്ടേ. അപ്പം ഇതുണ്ട്. ശരി, ഞാൻ പോയി ചോദിച്ചോട്ടെ. ഇതാ പ്രശ്നം. ഞാനൊന്ന് പോട്ടെ, ഒന്ന് പോവാണേ. ഓക്കെ ഗൈസ്, അയാൾ പറഞ്ഞേക്കുന്ന ഇവിടെ കൊണ്ട് ഒരു സൈഡിൽ ഒരു ഓട്ടോ ഉണ്ട്, ആരും എടുക്കത്തില്ല ഈ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റത്തെ ഓട്ടോയെന്ന് പറഞ്ഞ്. ലാസ്റ്റത്തെ ഓട്ടോ തന്നെ, വേറെ ഓട്ടോ ഇല്ല. എൻ്റെ ഓട്ടോയാ. എൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാമല്ലോ. കളറും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡ്രസ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കയറുമോ? ചേട്ടൻ എന്നോട് പറഞ്ഞു ശരിക്കും ഓട്ടോ ഡ്രൈവറാവാനല്ല. പോയിട്ട് തിരിച്ചു വരാൻ ഇഷ്ടപ്പെട്ടു. ഇതെന്നെ പറ്റി. അപ്പൊ ഞാൻ പിന്നെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. പറഞ്ഞത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓടിച്ച് ഈ അവിടം വരെ പോയിരുന്നു. കുറച്ച് നോക്കി ഇത് കിട്ടുമോ? വണ്ടി അവിടെ വണ്ടി അവിടെ ഇട്ട് ആരെങ്കിലും സോറി ചില്ല് പൊട്ടിച്ചെടുത്ത് ഞാൻ വേഗം ചെല്ലണം. എനിക്ക് വില്ലേജിൽ അല്ലെങ്കിൽ എൻ്റെ പണി പോകും. ഇവിടിപ്പം ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ സാധനത്തിൽ എത്തിയിട്ടൊക്കെ ഉണ്ട്. എൻ്റെ മോനോ എന്തോരം കഷ്ടപ്പെട്ടു. വഴിയിലൊരു കട പോലും ഇല്ല. ഒരു എയർപോർട്ടുണ്ട്, ഇത്രയും വെള്ളവും ഉണ്ടോ? ചെയ്തുകൊണ്ട് കാണുമോ? ചിലപ്പോൾ എല്ലാവർക്കും കാണും. ഇതുകൊണ്ടല്ലേ ഇനി എൻ്റെ വീട് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ അടുത്തായ ഓരോരുത്തർ എങ്ങനെ വഴിയിൽ കൂടെ നടന്നു എന്നാ ക്ലോസ് സെക്ഷൻ ഇത് ഞാൻ പറഞ്ഞേ. അയ്യോ, അയാൾ പറഞ്ഞ വില്ലേജ് വരെ വരാൻ പോലീസ് തപ്പിലാന്നൊക്കെയാണ് കണ്ടു കേട്ടു. അതാരാ വലിയ കമ്പനിയിൽ കൊടുത്തിട്ട് വരികയാണ്. ഇല്ല, പിന്നെ ഇങ്ങനെ ചെക്കാം, പിന്നെ അറിയത്തില്ല.
ഹലോ, ഇത് ഒരു ഓട്ടോ ഇല്ല, അത് നിന്നെപ്പോലെ ഇരിക്കുന്ന ആരെയാണ്? ഫ്രാങ്ക്ലിൻ ഉണ്ട്. ചേട്ടാ, നീ കള്ളനാണോടാ? അല്ല, ഞാൻ കള്ളനല്ല സാറേ. ഇവിടെ ഇപ്പം എന്നറിയാമോ, ഇവിടെ ഇപ്പം എനിക്ക് ഞാനൊരു ഓട്ടോക്കാരനാണ്. എനിക്ക് അപ്പടി ചുമയുണ്ടാവാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കിട്ടിച്ചത്. ഇതൊക്കെ ശരി. എന്നെ ഓട്ടം വിളിക്കാവോ? അല്ല, എന്നെ വൈകിട്ട് ഓട്ടം പോകാൻ കൂട്ടാക്കാവോ? പിന്നെ എന്നാ വരാം. സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കില്ല. രക്ഷ വില്ലേജ് വരെ പോകുന്നില്ല. തിരിച്ചു പോകാനും അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് സമയം. ഇവിടെ ഒന്നും പ്രശ്നമാണ്. പെണ്ണിനെ പിടിച്ചിട്ടുണ്ട്. തിരിച്ചിട്ടുണ്ട്. ഇതില്ല എല്ലാവരും കൂടെ പോകണം. അയ്യോ, ഇവിടെ വന്ന് ആരോടെങ്കിലും നോക്കിയ പിന്നെ പണി. മാസ്ക് ഉണ്ടല്ലോ. അത് പഴയ വീടിൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത്. ഇതാന്ന് തോന്നുന്നു. എന്ന് ചെന്ന് ഞാൻ എഴുതിക്കട്ടെ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇയാൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനില്ലേ, ഇനിയിപ്പോൾ നേരെ പോവുക. ഇങ്ങോട്ടാണ് എൻ്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകാം. അപ്പോൾ നമ്മൾ മാനേജറിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു, ഇനി നമുക്ക് ഉള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ കൊണ്ടുവിടുക, അതുമാത്രമേ നമ്മുടെ ജോലിയാണ്. അപ്പോൾ ഇല്ലേ, നമ്മൾ ഈ ഓട്ടോ വെച്ചിട്ട് പോകണം. ഒരു ക്യാപ്പും കണ്ണാടി വാങ്ങിച്ചോട്ടെ. അപ്പോൾ ഇല്ലേ, ഞാൻ ഇനിയിപ്പോൾ ഓട്ടോ ഡ്രൈവറായിരിക്കും. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ബൈ ബൈ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വേണമെങ്കിൽ കമൻറ്റും ചെയ്യാം. ബൈ.